ഹലോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മേക്കപ്പ് ലുക്കും. അപ്പം ഞാൻ ഓരോ പ്രൊഡക്ട്സ് കാണിച്ചു തരാം. എനിക്ക് കറക്റ്റ് ഇങ്ങനെ നന്നായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഇങ്ങനെ ഉപയോഗിച്ച് അതൊക്കെ വെച്ചിട്ട് എനിക്ക് സെറ്റായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കും അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് ദിവസം മുന്നേ വന്നിരിക്കുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ആ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ മാറ്റിയിട്ട് എൻ്റെ ഈ പൗച്ചിൻ്റെ ഉള്ളിലേക്ക് ആക്കി. ഈ പൗച്ച് ഞാൻ ഏകദേശം ഒരു ഇത്രയും ഉണ്ടാവും, രണ്ട് മൂന്ന് കൊല്ലം മുന്നേ വാങ്ങിയിട്ടുള്ള പൗച്ച്. അത് ഭയങ്കര നല്ലൊരു പൗച്ച് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഈ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ ടാഗ് ചെയ്യാം, ഞാൻ കാണിക്കുന്നത്. അപ്പം ഇതിലാണെങ്കിൽ ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആദ്യം ഈ ഡോക്ടർ ഷേഡ്സിൻ്റെ ഒരു സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഞാൻ ഇതിൻ്റെ പ്രൈസ് ഇത് തല തിരിഞ്ഞിട്ടാവും കാണുന്നവ. ഞാൻ ഇതിൽ പ്രൈസും ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം. പ്രൊഡക്റ്റും ഞാൻ ടാഗ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഞാൻ യൂസ് ചെയ്തിരുന്ന മോയ്സ്ചറൈസറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. കുറേ മുന്നേ ഞാനൊരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായി വയർക്കും. എനിക്ക് മോയ്സ്ചറൈസർ തീരെ പറ്റാതെ അതിനെത്ര 1000 ചില രൂപ കൊടുത്തിട്ട് ഞാൻ ഏറ്റവും ഡെർമാവയോ അങ്ങനെ എന്തോ തോന്നുന്നത് കുറേ മുന്നേ. അപ്പോൾ അതെനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ കുറേ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനും പിന്നെ കുറച്ച് മുന്നേ ഞാൻ ഒരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ വയർക്കാം. അപ്പോൾ പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇങ്ങനെ നിർത്തി. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്ന് ഇതാണ്. പിന്നെ സൺസ്ക്രീൻ. ഇത് ഡെർമാക്കോൻ്റെ. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല. ഇതാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റിംഗ് പ്രൈമർ. ഞാനാണെങ്കിൽ പിങ്ക് ടിൻറ്റിലുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഗോൾഡൻ ടിൻറ്റിലുള്ളതായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. കാണാനുണ്ടോ തിളക്കം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ലൊരു ഗ്ലോയി ലുക്ക്. നമ്മൾ ഈ ലൈറ്റിൻ്റെ അടിയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളുടെ മുഖം ഇങ്ങനെ തിളകണ പോലെ തോന്നും. ഇതിന് അങ്ങനെ അറിയുന്നില്ല തോന്നുന്നുണ്ട്. ഇതാണ് റെനയുടെ മിഡ് നൈറ്റ് കോൾ കാജൽ എന്ന് പറയുന്ന സംഭവം. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാജലാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ യൂസ് ചെയ്തപ്പോൾ നല്ല രസമുണ്ട്. കുറേ നേരം നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇതിൻ്റെ 2ാമത്തെ പാക്കറ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ഷാർപ്പനർ വന്നിട്ടുണ്ട്. അടുത്ത ഐറ്റം മാർസിൻ്റെ ഈ മസ്കാരയാണ്. ഈ മാർസിൻ്റെ ഈ മസ്കാര ഞാൻ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിൽ ഈ സംഭവം ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു മഞ്ഞ ഒരു കുപ്പിയിൽ വരുന്ന ഒരു മെയ്ബെല്ലിൻ കൊളോസിൽ അങ്ങനെ എന്തായിരിക്കും അത് അലമ്പാണ്. അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ പരന്ന് ആ കളർ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പരക്കും, പക്ഷെ അത് പൊടി പോലെ തട്ടിയാണ്ട് പോവും. അങ്ങനെയാ. ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇത് മാർസിൻ്റെ തന്നെയാ തോന്നുന്നു. അതായത് ഐബ്രോ പെൻസിൽ. അപ്പോൾ ഇതിനൊരു ബ്രഷ് വരുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളറിൽ വരുന്നതാണ് മാർസിൻ്റെ. ഞാൻ ബ്ലാക്ക് അല്ല യൂസ് ചെയ്യാറ്, ബ്രൗണാണ് യൂസ് ചെയ്യാറ്. അടുത്തതൊരു ലിപ് ലൈനറാണ് മാർസിൻ്റെ തന്നെ, ബ്ലഡ് ബാത്ത് 03. ഇതാണെങ്കിൽ ലാക്മേയുടെ ഡബിൾ ഡ്യൂട്ടി ലിപ്പ് ആൻഡ് ചീക്ക് മൂസ്. ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ്. അത് റാനയുടെ ലിപ് ഗ്ലോസ് ആണ്. സിനിമാറ്റിക് മോഡലായതുകൊണ്ടേ വേറെ എന്തൊക്കെയോ ഫോക്കസ് ആയി പോണേ.
അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ അല്ല, ഫൗണ്ടേഷൻ കൂടി ഉണ്ട്. ഇത് മെയ്ബലിൻ്റെ ഫിറ്റ് മീ, ഷെയ്ഡ് വരുന്നത് 115. ഇത് ഞാൻ സാധാരണ ഇതിൻ്റെ ബോട്ടിൽ വരുന്ന സംഭവമുണ്ട്, സെയിം സാധനം തന്നെ, അത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറേ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു ചെറുത് വാങ്ങിയത്. ഹലോ, കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. ഇതിൻ്റെ പൊട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഇത് ഏതിൻ്റെ NYBയുടെ സ്നഗിൾ സീക്രറ്റ്സ് ഷെയ്ഡ് നമ്പർ 15. ഇതാണ് നോർമലി ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് ഒരു ഒറ്റ ലിപ്സ്റ്റിക് ഷെയ്ഡേ ഉള്ളൂ. കാരണം ഇതെനിക്ക് ഭയങ്കര എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ എനിക്കിപ്പോൾ ഈ വാങ്ങിയ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ചിലവർ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ എനിക്ക് പറഞ്ഞത് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ കാണിച്ചു തരാം യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് പെർഫ്യൂം ഇതിൻ്റെ ഉള്ളിൽ അടിച്ച് വെക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം. എന്നിട്ട് നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. ഇപ്പം ഇതിലില്ല, പക്ഷെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതും ഞാൻ ടാഗ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു പൗച്ചും കൂടി കാണിച്ചു തരാം. ഇതും ഭയങ്കര നല്ലൊരു പൗച്ചാണ്. അപ്പോൾ ഇതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഈ പൗച്ച് കുറേ മുന്നേ വാങ്ങിയത് കൊണ്ട് ഇത് വലിയ വൃത്തിയില്ല, കാരണം കുറേ കൺമഷിയും നെയിൽ പോളിഷും അതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരു ഹോളുണ്ട്, അതായത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ആദ്യം സിബായിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെക്കാൻ പറ്റിയ പോലത്തെ ഒരു ചെറിയ ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് ബ്രഷ് ഒക്കെ വെക്കാൻ പറ്റിയ പോലെ ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇത് കുറേ ആയി എൻ്റെ അടുത്ത് ഇരിക്കണം, അതുകൊണ്ട് അത് ഇത്ര വൃത്തിയില്ലാതെ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, സിബിനൊന്നും ഇതൊരു പ്രശ്നമൊന്നുമില്ല. ഒരുപാട് സാധനങ്ങളും കൂടി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഡെർമാക്കോൻ്റെ ആൻറ്റി ആക്നെ ഫേസ് വാഷാണ്. അങ്ങനെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു, പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞ് ഹൈലൈറ്റിംഗ് പ്രൈമറും ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേച്ച് കൊടുക്കുക. ഞാൻ സാധാരണ സ്പഞ്ചോ ബ്രഷോ ഒന്നും യൂസ് ചെയ്യാറില്ല, കൈ വെച്ചിട്ട് തന്നെയാണ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. സാരിയൊക്കെ എടുത്തിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഐബ്രോ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന NYBയുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ണിൻ്റെ മേലൊക്കെ, ശരിക്കും എനിക്ക് ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ട്, ഞാനത് യൂസ് ചെയ്യാറില്ല, പകരം ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുക. പിന്നെ കണ്ണൊക്കെ ഒന്ന് എഴുതി അടിയിൽ എഴുതില്ല, മേലെ മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ. പിന്നെ മസ്കാരയൊക്കെ ഇട്ടു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ലിപ് ലൈനർ യൂസ് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ലിപ് ലൈനർ പിന്നെ യൂസ് ചെയ്തു. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ 2 ഷെയ്ഡ് ഒപ്പം ഇടാറ്. ആദ്യം ഞാൻ ഈ സ്നഗിൾ സീക്രറ്റ്സിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഉള്ളിലേക്കായിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു വേറൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചിലതൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇടയ്ക്ക് ഇടാറ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഹൈലൈറ്ററാണ്. ഇനി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, പിന്നെ ഒരു പൊട്ടും തൊട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ.
റൈറ്റ് നമുക്ക്. ആ ഇങ്ങോട്ടല്ലേ? അങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി പാടത്തൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.